മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഇന്നലെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ലെമ്മയുടെ പ്രൂഫ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കൊരു തിയറത്തിന് ആവശ്യമുള്ള ലെമ്മയുടെ പ്രൂഫായിരുന്നു. നമ്മൾ 2 കേസസിലായിട്ടാണ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൽ കേസ് 1 നമ്മൾ കഴിഞ്ഞു അല്ലേ. സപ്പോസ് ജി ഒരു ഓപ്പൺ ഡിസ്ക് ആണെങ്കിൽ എന്താണ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ റെക്ടിഫയബിൾ പാത്ത് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ എ പോളിഗണൽ പാത്ത് അല്ലേ. അതിൻ്റെ മോഡുലസിൻ്റെ ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ നമ്മൾ പറഞ്ഞു അല്ലേ. എന്ന് വെച്ചാൽ അലോങ് റെക്ടിഫയബിൾ പാത്ത് നമ്മൾ എഫ് ഇൻ്റഗ്രൽ ചെയ്താലും അലോങ് ഒരു പോളിഗണൽ പാത്തിൽ നമ്മൾ എഫ് ഇൻ്റഗ്രൽ എടുത്താലും എന്തായിരിക്കും അതിൻ്റെ ഡിഫറൻസ് വളരെ മൈന്യൂട്ട് ആയിരിക്കും. അവർ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും നമ്മൾ പറയുന്നത് അല്ലേ. ഒരു പോളിഗണൽ പാത്ത് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മളൊരു ജി ഒരു ഓപ്പൺ ഡിസ്ക് എന്നുള്ള കേസ് എടുത്തുകൊണ്ടായിരുന്നു നമ്മൾ പറഞ്ഞത്. അത്യാവശ്യം ലെങ്തി ഒരു പ്രൂഫായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ കേസ് അത് നമ്മൾ എന്ത് ചെയ്തു, ഒരു അവിടുത്തെ പ്രീറിക്വസിറ്റ്സ് കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടെ ഒരു പോളിഗണൽ പാത്ത് അവിടെ ഡിഫൈൻ ചെയ്തല്ലേ. ഒരു പാത്ത് അവിടെ ഡിഫൈൻ ചെയ്തു. എ ബിന്ന് സിയിലോട്ടേക്ക് ഒരു പാത്ത് ഡിഫൈൻ ചെയ്തു. എന്നിട്ട് അത് പോളിഗണലാന്ന് കാണിച്ചു. പിന്നെ ബാക്കി നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ ആ 2 ഇൻ്റഗ്രലിൻ്റെ ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ നമ്മൾ കാണിച്ചു അല്ലയോ. ഇനി അത്യാവശ്യം ലെങ്തിയാണ്. സോ ചെയ്ത് തന്നെ പഠിക്കുക, കണക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഹാർട്ട് പഠിക്കരുത്, കണക്ട് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ കേസിലോട്ട് പോവുകയാണെങ്കിൽ രണ്ടാമത്തെ കേസായിട്ട് നമ്മൾ എടുക്കുന്നത് ഈ ജി ഈസ് എൻ ആർബിട്രറി ഓപ്പൺ സെറ്റ് ആണെങ്കിൽ ഓക്കെ. കേസ് 2 എന്ന് പറയുന്നത് എന്തുവാ, ജി ഈസ് ആൻ ആർബിട്രറി ഓപ്പൺ സെറ്റ് ഓക്കെ. ജി ഒരു ആർബിട്രറി ഓപ്പൺ സെറ്റ് ആണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക. അപ്പം നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇവിടെയും നമുക്ക് എന്തറിയാം, ജി ഒരു ആർബിട്രറി ഓപ്പൺ സെറ്റ് ആണ്. ആൻഡ് ഓൾസോ ഇപ്പോൾ ഗാമയുടെ നമുക്കറിയാം ഗാമ എന്ന് പറയുന്ന ഒരു കേവാണ്, ജീൻ്റെ ഉള്ളിലുള്ളൊരു കേവാണല്ലേ. ഗാമ ഓഫ് ജി, ഗാമയുടെ ട്രേസ് എന്ന് പറയുന്നത് എവിടെ കിടക്കുക, ജീൻ്റെ ഉള്ളിലാണ്. കാരണം ഗാമ ഇസ് ഫ്രം ക്ലോസ് ഇൻ്റർവെൽ എ ബി ടു ജി ആയതുകൊണ്ട് തന്നെ ഗാമയുടെ ഇമേജസ് ജീൻ്റെ ഉള്ളിലാണ് കിടക്കുക. ദാറ്റ് ഈസ് ട്രേസ് ഓഫ് ഗാമ ലൈസ് ഇൻസൈഡ് എ ജി അല്ലേ. ഓക്കെ. ആൻഡ് ഓൾസോ നമുക്കറിയാം ട്രേസ് എന്ന് പറയുന്ന ഒരു കോമ്പാക്ട് സെറ്റും ഈ ജിയുടെ ബൗണ്ടറി എടുക്കുകയാണെങ്കിൽ ഓക്കെ, ബൗണ്ടറി എടുക്കുകയാണെങ്കിൽ ഒരു ക്ലോസ്ഡ് സെറ്റും നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ എന്താ പറയുക, ഹിയർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെറ്റ് ഗാമ കോമ്പാക്ട് ഗാമയുടെ ട്രേസും അതേപോലെ തന്നെ ജിയുടെ ബൗണ്ടറി നമ്മൾ ഡിസ്റ്റൻസ് പറഞ്ഞ പോസിറ്റീവ് നമ്മൾ ഇന്നലെ എടുത്ത് തന്നെ അല്ലേ. ഇനി നമ്മളിവിടെ ഒരു ആറിനെ നമ്മൾ ചൂസ് ചെയ്യണം ഓക്കെ. ഒരു ആറിനെ ചൂസ് ചെയ്യാം. ഒരു ആറ് നമ്മൾ ചൂസ് ചെയ്യാണ് സച്ച് ദാറ്റ് എങ്ങനെ ഈ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തൊരു പോസിറ്റീവ് നമ്പറും ആയിരിക്കണം. പക്ഷേ ഈ ഡിസ്റ്റൻസ് കണ്ടില്ലേ, നമ്മുടെ ട്രേസ് എന്താ പറയുക, ഈ പാത്തിൻ്റെ ട്രേസും ഈ ജിയുടെ നമ്മുടെ ഓപ്പൺ സെറ്റിൻ്റെ എന്താണ് ബൗണ്ടറി നമ്മുടെ ഡിസ്റ്റൻസ് ഇല്ലേ അതിനേക്കാട്ടും ചെറുതും ആവണം ഓക്കെ. അപ്പോൾ ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കണം. ബട്ട് ഇറ്റ് മസ്റ്റ് ബി ലെസ് ദാൻ വാട്ട്, ഇറ്റ് മസ്റ്റ് ബി ലെസ് ദാൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ട്രേസ് ആൻഡ് ബൗണ്ടറി ഓഫ് ജി ഓക്കെ. അങ്ങനെയുള്ള നമ്മൾ ആറിനെ ചൂസ് ചെയ്യാം. അത്രയും ഒരു കുഞ്ഞു വാല്യൂ ആണ് ആറിനർത്ഥം ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഗാമ എന്ന് പറയുന്നത് ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് നമുക്കറിയാം. ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണല്ലോ, കണ്ടിന്യൂസ് ആണ്. ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പം ബൈ യൂണിഫോം കണ്ടിന്യൂറ്റി നമുക്ക് എന്ത് പറയാം, ഇപ്പോൾ യൂണിഫോം കണ്ടിന്യൂറ്റി നമുക്ക് എന്ത് പറയാടാ, മോഡുലസ് ഓഫ് ഗാമ ഓഫ് എസ് മൈനസ് ഗാമ ഓഫ് ടി. നമ്മൾ ലെസ് ദാൻ എപ്സിലോൺ എന്നാണ് യൂഷ്വലി എടുക്കുക. ഇവിടെ എപ്സിലോൺ എടുക്കുന്നില്ല, പകരം ലെസ് ദാൻ ആർ ഓക്കെ. ഈ എപ്സിലോൺ എടുക്കുന്നത് ആർ എടുക്കുന്ന ഡെൽറ്റ എന്നൊക്കെ ഉദ്ദേശിക്കുന്ന നമ്പേഴ്സ് ഇല്ലേ, അതെന്തിനാണ് നമ്മൾ എടുക്കുന്നത്, നമുക്ക് എന്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, അത്രയും ഒരു മൈന്യൂട്ട് വാല്യൂ എന്നുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ ഈ എപ്സിലോൺ ഡെൽറ്റ എന്നുള്ളതിനെ കൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സം നമ്പർ ലെസ് ദാൻ എപ്സിലോൺ എന്ന് വെച്ചാൽ ആ നമ്പറിൻ്റെ വാല്യൂ എപ്സിലോണിനെക്കാട്ടും ചെറുതാണ്. എപ്സിലോൺ എന്ന് വെച്ചാൽ എന്തുവാ, എപ്സിലോൺ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു കുഞ്ഞു വാല്യൂ ആണ്. അതിലും ചെറുത് എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു വാല്യൂവിനെക്കാട്ടും ചെറുത് എന്നുള്ളൊരു കോൺസെപ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്സിലോൺ ഡെൽറ്റ പോലത്തെ ലെപ്റ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത ആർ ആയിക്കോട്ടെ, അതൊരു കുഞ്ഞു വാല്യൂ ആണല്ലേ, അതും ഒരു കുഞ്ഞു വാല്യൂ ആണ്. ഇറ്റ്സ് പോസിറ്റീവ് ആൻഡ് ഓൾസോ ലെസ് ദാൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ട്രേസ് ആൻഡ് ബൗണ്ടറി റൈറ്റ്. അപ്പോൾ എന്താണ് ആ കുഞ്ഞു വാല്യൂ ആണ്, ആ ആറാണ് നമ്മളിവിടെ ചൂസ് ചെയ്തത് എപ്സിലോണിന് പകരമായിട്ട്. ബാക്കി വെന്നെവർ എന്തായിരിക്കും നമുക്കറിയാം, മോഡുലസ് ഓഫ് എസ് മൈനസ് ടി എന്ന് പറയുന്ന ലെസ് ദാൻ ഡെൽറ്റ ആവുമ്പം ഓക്കെ. ഇനി നമുക്ക് എന്തെടുക്കാം, നമുക്ക് ഒരു പാർട്ടീഷൻ എടുക്കാം അല്ലേ. നമുക്ക് നമ്മുടെ ക്ലോസ് ലെവൽ എ ബി ഉണ്ട്, അപ്പോൾ നമുക്കതിനെ പാർട്ടീഷൻ എടുക്കാം. ഈ പി ഈസ് എ പാർട്ടീഷൻ ഓഫ് സച്ച് ദാറ്റ് എന്താണ് പീനെ എങ്ങനെ എഴുതാം, പി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ ഈക്വൽ ടു ടി നോട്ട് ലെസ് ദാൻ
T1 less than etc. less than Tn equal to B. Okay. P is equal to A equal to T naught less than T1 less than etc. less than Tn equal to B എന്നുള്ള പാർട്ടീഷൻ എടുത്ത് ഓൾസോ എന്താണ് വിത്ത് എന്താണ് മക്കൾ ഇവിടുത്തെ കണ്ടീഷൻ നോം പി എന്ന് പറയുന്നത് എന്തായിരിക്കണം അത്രയും ചെറുതായിരിക്കും നോം പി ലെസ് ദാൻ ഡെൽറ്റ അതെന്തായിരിക്കണം നോം പി ലെസ് ദാൻ ഡെൽറ്റ എന്ന് എടുക്കാൻ കാരണം യൂണിഫോം കണ്ടിന്യൂറ്റി പറയുന്നുണ്ട് യൂണിഫോം കണ്ടിന്യൂറ്റിയിൽ എസ് ടീൻ്റെ വാല്യൂ ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കണം ആരാണ് ഈ എസും ഡി ഒക്കെ ആരാണ് ഈ എസും ഡി ഒക്കെ ഇതൊക്കെ ക്ലോസിൻ്റെ വില എ ബിയിലത്തെ 2 പോയിന്റ്സ് ആയിരിക്കില്ലേ അല്ലേ നമ്മളതിൽ ഒരു പാർട്ടീഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ 2 പോയിന്റ്സ് ആയിരിക്കത്തില്ലേ അപ്പോൾ പോയിന്റ്സിൻ്റെ ആ 2 പോയിന്റ്സിൻ്റെ ഡിഫറൻസിന് ലെസ് ദാൻ ഡെൽറ്റ അങ്ങനെയാണെങ്കിൽ പാർട്ടീഷൻ ഇപ്പോൾ എന്തായിരിക്കണം പാർട്ടീഷൻ എന്ന് പറയുന്നത് ഈ പീനെ നമ്മൾ ഈ ഒരു എ ബി നമ്മളിങ്ങനെ പല പല ഇൻ്റർവെൽസ് ആയിട്ട് മുറിച്ചത് സബ് ഇൻ്റർവെൽസ് ആയിട്ട് മുറിച്ചിട്ടുണ്ട് അല്ലേ അതിൽ ഓരോ ഇൻ്റർവെൽസിൻ്റെയും ഒരു ടി കെയും ഒരു ടി കെ -1ൻ്റെയും നമ്മുടെ ഡിഫറൻസ് എന്തായിരിക്കണം ആ ഡിഫറൻസ് ലെസ് ദാൻ ഡെൽറ്റ അതാണ് ലെങ്ത് ഓഫ് ദ പാർട്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മാക്സിമം ഓഫ് ദി ലെങ്ത് ഓഫ് ഈ സബ് ഇൻ്റർവെൽ അല്ലേ അപ്പോൾ എന്താണ് ആ നോം പി ലെസ് അത്രയും ഒരു കുഞ്ഞ് പാർട്ടീഷൻ ഓക്കെ പാർട്ടീഷൻ ലെങ്ത് അത്രയും ചെറുതായിട്ടൊരു പാർട്ടീഷൻ എടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം മോഡുലസ് ഓഫ് പാർട്ടീഷൻ്റെ വാല്യൂ അപ്പോൾ പാർട്ടീഷൻ നമുക്കറിയാം എന്താണ് പിന്നെ പാർട്ടീഷൻ്റെ വാല്യൂ ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇതിൽ ഏത് നോം പി എന്ന് പറയുന്ന ലെസ് ദാൻ ഡെൽറ്റ എന്ന് തന്നിട്ടുണ്ട് അല്ലേ നോം പി എന്ന് വെച്ചാൽ എന്തുവാ ലെങ്ത് ഓഫ് ദ പാർട്ടീഷൻ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി പാർട്ടീഷൻ മാക്സിമം ഓഫ് ദി ലെങ്ത് ഓഫ് ദ സബ് ഇൻ്റർവെൽസ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഏത് സബ് ഇൻ്റർവെൽസിൻ്റെയും വാല്യൂ എന്തായിരിക്കും എന്തായിരിക്കും ഏതൊരു സബ് ഇൻ്റർവെൽ ഒരു ടി കെയും ഒരു ടി കെ -1 ഒരു ടി കെ -1ഉം ഒരു ടി കെ എടുക്കുകയാണെങ്കിൽ ആ സബ് ഇൻ്റർവെലിൻ്റെ ലെങ്ത്തിൻ്റെ വാല്യൂ എന്തായിരിക്കും മക്കളെ അതും എന്തായിരിക്കണം ലെസ് ദാൻ ഡെൽറ്റ ആവണ്ടേ കാരണം പാർട്ടീഷൻ അത്രയും കുഞ്ഞാണെന്ന് വെച്ചാൽ സബ് ഇൻ്റർവെൽസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് അത്രയും ചെറുതാണ് പാർട്ടീഷൻ എന്ന് വെച്ചാൽ ഓരോ സബ് ഇൻ്റർവെലിൻ്റെ ലെങ്ത് അല്ലേ അപ്പം ഓൾറെഡി നോം പി ലെസ് ദാൻ ഡെൽറ്റ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് പറയാം ആ സബ് ഇൻ്റർവെലിൻ്റെ ലെങ്ത് ലെസ് ദാൻ ഡെൽറ്റ നമുക്ക് പറയാം കാരണം നോം പി ഈസ് വാട്ട് ലെങ്ത് ഓഫ് ദി സബ് ഇൻ്റർവെൽസ് അല്ലേ അപ്പം അതിൻ്റെ മാക്സിമം അല്ലയോ അപ്പോൾ ദെൻ മോഡ് ടി കെ -1 ലെസ് ദാൻ ഡെൽറ്റ നമുക്കറിയാം അല്ലേ ഫോർ എനി പാർട്ടീഷൻ അല്ലേ ഫോർ എനി പാർട്ടീഷൻ അല്ല ഫോർ എനി സബ് ഇൻ്റർവെലിൻ്റെ പാർട്ടീഷൻ അല്ലേ ഫോർ എനി സബ് ഇൻ്റർവെലിൻ്റെ പാർട്ടീഷൻ അതിൽ ഏതൊരു സബ് ഇൻ്റർവെലിൻ്റെ ലെങ്ത് എടുത്താലും അതിൻ്റെ വാല്യൂ ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും കാരണം നോം പി ലെസ് ദാൻ ഡെൽറ്റ നമുക്ക് തന്നിട്ടുണ്ട് ആണല്ലോ അങ്ങനെയാണെങ്കിൽ നേരത്തെ യൂണിഫോം ക്രൈറ്റീരിയ വെച്ച് നമുക്കറിയാം മോഡുലസ് ഓഫ് ഗാമ ഓഫ് എസ് മൈനസ് ഗാമ ഓഫ് ടി ലെസ് ദാൻ ആർ ആയിരിക്കും വെന്നെവർ മോഡ് എസ് മൈനസ് ടി ലെസ് ദാൻ ഡെൽറ്റ ആവും അല്ലേ അപ്പോൾ ഇവിടെ എന്തുവാ ഇതൊരു എസ് ഒരു ടി ആയിട്ടാണ് എടുക്കുകയാണെങ്കിൽ എസും ടി ഇതൊക്കെ എ ബിയിലത്തെ ആൾക്കാർ തന്നെയല്ലേ ക്ലോസ് ലെവൽ എ ബിയിലത്തെ ആൾക്കാർ തന്നെയല്ലേ അപ്പം ആ പോയിന്റ്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഡെൽറ്റ ആണ് എന്ത് പറയാടാ എന്ത് പറയാം നോം ഓഫ് ഗാമ ഓഫ് ടി മോഡ് ഓഫ് ഗാമ ഓഫ് ടി കെ മൈനസ് ഗാമ ഓഫ് ടി കെ -1 എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും ലെസ് ദാൻ ആറാന്ന് പറയാൻ പറ്റും അല്ലേ ഫോർ എനി കെ ഏതൊരു കെ എനി കെ മീൻസ് ഫോർ എനി സബ് ഇൻ്റർവെൽ ഓക്കെ നൗ ഓൾസോ നമുക്കറിയാം ഈ ടി കെയും ടി കെ -1ഉം ടി കെയും ആ ഒരു സബ് ഇൻ്റർവെല്ലിൽ ഗാമയുടെ വാല്യൂസ് അല്ലേ അതിൻ്റെ ഡിസ്റ്റൻസ് ലെസ് ദാൻ ആറാന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ടി കെൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പോയിന്റ് എടുത്തു ഓക്കെ ലെറ്റ് ടി എന്ന് പറയുന്നത് ഒരു പോയിന്റ് ഈ ടി കെ -1 ടി കെയിൽ ഉള്ളത്തെ ഒരു പോയിന്റാന്ന് വിചാരിക്കുക ഓൾറെഡി ഇവർ തമ്മിൽ ലെങ്ത് എന്തുവാ ലെസ് ദാൻ ഡെൽറ്റയാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ പോയിന്റും ഈ എൻഡ് പോയിന്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും അതും ഡെൽറ്റേനെക്കാട്ടും ചെറുതായിരിക്കുമല്ലോ ദെൻ നമുക്ക് എന്ത് പറയാൻ പറ്റും മോഡുലസ് ഓഫ് ടി മൈനസ് ടി കെ -1 എന്താന്ന് പറയാൻ പറ്റും ലെസ് ദാൻ ഡെൽറ്റ അങ്ങനെയാണ് യൂണിഫോം കണ്ടിന്യൂറ്റി വെച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റൂടാ മോഡുലസ് ഓഫ് ഗാമ ഓഫ് ടി മൈനസ് ഗാമ ഓഫ് ടി കെ -1 എന്ന് പറയുന്നത് ലെസ് ദാൻ ആറാണ് കിട്ടിയേ ഫോർ എനി ഏത് എലമെൻ്റ് പോയിന്റ് എടുത്താലും ആ ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലെ ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റും ആ ഇൻ്റർവെല്ലിൻ്റെ ബൗണ്ടറിയും ഇൻ്റർവെല്ലിൽ എൻഡ് പോയിന്റ്സിൻ്റെയും ഫങ്ഷണൽ വാല്യൂയുടെ ഡിഫറൻസ് പറയുന്നത് ലെസ് ദാൻ ആറാന്ന് പറയാൻ പറ്റും ഓക്കെ നൗ നമുക്കിവിടെ എന്ത് ഡിഫൈൻ ചെയ്യാം ഒരു കർവ് ഡിഫൈൻ ചെയ്യാം ഓക്കെ എന്നിട്ട് നമുക്ക് പാത്തിലോട്ട് പോകാം അപ്പോൾ നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം ഒരു കർവ് ഡിഫൈൻ ചെയ്യാം ഡിഫൈൻ എ കർവ് ഗാമ കെ ഫ്രം ക്ലോസ് ഇൻ്റർവെൽ ടി കെ -1 ടു ടി കെ ഇവിടെ ക്ലോസ് ഇൻ്റർവെൽ ടി കെ -1 ടു ടി കെ ഓക്കെ എവിടെയാണ് കർവ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നല്ലോണം നോക്കണേ എവിടെയാണ് ഞാനൊരു സബ് ഇൻ്റർവെല്ലിലാണ് എടുത്തേക്കുന്നത് അല്ലാതെ ക്ലോസ് ഇൻ്റർവെൽ എ ബിയിലല്ല ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു സബ് ഇൻ്റർവെൽ ഓക്കെ ടി കെ -1 ടി കെയിൽ നിന്നും എങ്ങോട്ടേക്ക് ജിയിലോട്ടേക്ക് നമുക്കൊരു ഡിഫൈൻ ചെയ്യാം സച്ച് ദാറ്റ് എങ്ങനെയാണ്
എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിച്ചോട്ടോ. ഗാമ കെ ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗാമ ഓഫ് ടി ആയിരിക്കും. ഓക്കെ, ഗാമ കെ ഓഫ് ടി എന്തായിരിക്കും? ഗാമ ഓഫ് ടി ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗാമ കെ ഓഫ് ടി കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഗാമ ഓഫ് ടി കെ ആയിരിക്കും. അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞല്ലോ കേട്ടോ. ഇതുപോലെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഓക്കെ, എന്ന് നോക്കിയ മക്കളെ, ഈ മുകളിലത്തെ ഇക്വേഷൻ കണ്ടോ? മീനോ മോഡുലസ് ഓഫ് ഗാമ ഓഫ് ടി മൈനസ് ഗാമ ഓഫ് ടി കെ മൈനസ് 1 എന്ന് പറയുന്നത് എന്താണെന്നറിയാം? ലെസ് ദാൻ ആറാണ് നമുക്ക് തന്നിട്ടുണ്ടല്ലോ. ഈ ഗാമ ഓഫ് ടി ആരാണ്? ഗാമ കെ ഓഫ് ടി നമുക്ക് പറഞ്ഞൂടെ? നമുക്ക് പറയാലേ ഗാമ ഓഫ് ടിയുടെ വാല്യൂ ഇതിന് ഈക്വൽ ആണ്. ഈ ഫംഗ്ഷൻ, ഈ കേർവിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ഗാമ ഓഫ് ടി എന്ന് പറയുന്നത് ഗാമ ഓഫ് കെ ടി ആണ്. അപ്പോൾ ഗാമ ഓഫ് ടിക്ക് ഇത് കൊടുത്തൂടെ? ഇത് കൊടുക്കുമ്പോൾ മൈനസ് ഗാമ ഓഫ് ടി കെ മൈനസ് 1 ലെസ് ദാൻ ആർന്ന് വരും അല്ലേ? ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കേ, ഈ ഇക്വേഷൻ കണ്ട് നിങ്ങൾക്ക് എന്തിനോടെങ്കിലും ഒരു സാമ്യം തോന്നുന്നുണ്ടോ? നമ്മൾ മോഡുലസ് ഓഫ് സെറ്റ് മൈനസ് എ ഈക്വൽ ടു ആർ എന്നുള്ളൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്തുവായിരുന്നു? ദിസ് ഈസ് എ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് എ വിത്ത് റേഡിയസ് ആർ അല്ലേ? അതല്ലേ ഇക്വേഷൻ. നമുക്ക് ഇതിന് അതുപോലെ അപ്പം ആണല്ലോ. ഈ സെറ്റ് എന്ന് പറയുന്ന സർക്കിളിലെ പോയിന്റ്സ് ആയിരിക്കും. അപ്പം മോഡ് സെറ്റ് മൈനസ് എ ലെസ് ദാൻ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദിസ് ഈസ് ഇൻറ്റീരിയർ ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ ഉൾഭാഗം അല്ലേ? ഇൻറ്റീരിയർ ഓഫ് എ സർക്കിൾ സെൻറ്റേർഡ് അറ്റ് എ ആൻഡ് റേഡിയസ് ആർ. ആൻഡ് ആ സെറ്റ് എന്നുള്ള പറയുന്ന പോയിന്റ് എവിടെ ഉണ്ടാവും? മോഡ് സെറ്റ് മൈനസ് എ ലെസ് ദാൻ ആർ ആണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ സെറ്റ് എന്നുള്ള പോയിന്റ് എവിടെ ഉണ്ടാവും? അതെ, ആ സർക്കിളിൻ്റെ ഉള്ളിലത്തെ പോയിന്റ് ആയിരിക്കും അല്ലേ? നിങ്ങൾ ഇങ്ങോട്ട് നോക്കി, ഇവിടെ ഗാമ കെ ഓഫ് ടി മൈനസ് ഗാമ ഓഫ് ടി കെ മൈനസ് 1 ലെസ് ദാൻ ആർ. നമുക്ക് എന്ത് പറയാടാ? ഒരു സെറ്റ് മൈനസ് എ ലെസ് ദാൻ ആർ എന്നുള്ളൊരു ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും? വിച്ച് ഈസ് എ ഓപ്പൺ സെറ്റ് അല്ലേ? ഓപ്പൺ സെറ്റ് അല്ലെങ്കിൽ ഓപ്പൺ ബോൾ എന്നും പറയാം കേട്ടോ. ഓപ്പൺ ബോൾ സെൻറ്റേർഡ് അറ്റ് എത്ര സെൻറ്റേർഡ് ആയിട്ടുണ്ട്? സെൻറ്റേർഡ് അറ്റ് ഗാമ ഓഫ് ടി കെ മൈനസ് 1 വിത്ത് റേഡിയസ് എന്താണ്? ഓപ്പൺ സെറ്റിലെ ഓപ്പൺ ബോൾ വിത്ത് റേഡിയസ് ആർ അല്ലേ? ഞാൻ നോക്കിയ മക്കളെ, ഇത് മോഡ് സെറ്റ് മൈനസ് എ ലെസ് ദാൻ ആർ എന്നാണുള്ളത്. എന്ന് വെച്ചാൽ എന്തുവാ? ആ സെറ്റ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? ആ ബോളിനുള്ളിൽ ഉണ്ടാവൂലേ? അപ്പോൾ വിച്ച് ഇംപ്ലൈസ് ഗാമ കെ ഓഫ് ടി എവിടെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റൂടാ? എവിടെ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റും? ഗാമ കെ ഓഫ് ടി ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും, ഈ ഒരു ഓപ്പൺ ബോളിൽ ഉണ്ടാവൂലേ? ബി ഓഫ് നമുക്ക് എങ്ങനെ എഴുതാം? സെൻറ്റേർഡ് അറ്റ് ഗാമ ഓഫ് ടി കെ മൈനസ് 1 ആൻഡ് റേഡിയസ് ആർ അല്ലേ? ഇങ്ങനെ നമുക്ക് ബോളിൽ ഈ എക്സ്പ്രഷൻ കൊടുക്കാം അല്ലേ? ഇത് ഒരു ഗാമ കെ ഓഫ് ടിയുടെ കാര്യം ഞാൻ പറയുന്നു. ഒരാൾ ഇങ്ങനെ നമുക്ക് ടിയുടെ വാല്യൂ മാറിക്കളിക്കുന്ന അനുസരിച്ച് ഒക്കെ ഇതിൽ വരുമല്ലോ അല്ലേ? ടിക്ക് ഏത് വാല്യൂ കൊടുത്താലും ഏത് ടി, ഈ ടി കെ മൈനസ് 1 ടു ടി കെനുള്ള ഏതൊരു ടി ഇട്ട് കൊടുത്താലും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ലേ? കാരണം ഫോർ എനി ടി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? അപ്പം ആ ടി കെ മൈനസ് 1 ടു ടി കെയിലുള്ള ഏതൊരു പോയിന്റ് ഇട്ടാലും നമ്മുടെ ഗാമ കെ ഓഫ് കെ എന്ന് പറയുന്നത് ടി കെ മൈനസ് 1ൽ നിന്നും ടി കെയിലോട്ടേക്കാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത് അല്ലേ? ആ ടി കെ മൈനസ് 1 ടി കെ ആ ഇൻ്റർവെലിൻ്റെ ഉള്ളിൽ സബ് ഇൻ്റർവെലിൻ്റെ ഉള്ളിലുള്ള ഏത് പോയിന്റ് ഇട്ട് കൊടുത്താലും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ അല്ലേ? എന്ന് വെച്ചാൽ എന്ത് പറയാം? ഗാമ കെ ഓഫ് ടി എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? ഏത് ടി ഇട്ട് കൊടുക്കുമ്പോഴും ഗാമ കെ ഓഫ് ടി മീൻസ് വാട്ട്? ഇറ്റ് ഈസ് എ ഇമേജ് ഓഫ് ദാറ്റ് കർവ് അല്ലേ? ഫോർ എനി ടി ഗാമ കെയിൽ ഏത് ടി ഇട്ട് കൊടുത്താലും വാട്ട് ഈസ് ഗാമ കെ ഓഫ് ടി എന്ന് പറയുന്നത് ഇമേജ് ആണല്ലേ? അപ്പോൾ ഏതൊരു ടി ഇട്ട് കൊടുത്താലും എവിടെ ഈ ടി കെ മൈനസ് 1 മുതൽ ടി കെ വരെയുള്ള ആ സബ് ഇൻ്റർവെല്ലിൽ ഏതൊരു പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോഴും ഗാമ കെ ഓഫ് ടി എവിടെ വരുന്നു പറയുന്നു? വി ക്യാൻ സേ ഇറ്റ് ഈസ് ഇൻ ദ ഓപ്പൺ ബോൾ centered at gamma tk minus 1 and the centered at gamma of tk minus 1 and റേഡിയസ് ആർ അല്ലേ? ഈ ഒരു ഓപ്പൺ ബോൾ ഉണ്ടെന്ന് പറയൂലേ? എന്ന് വെച്ചാൽ ഏതൊരു പോയിന്റ് ഇട്ട് കൊടുക്കുമ്പോഴും എന്ന് വെച്ചാൽ ഏത് പോയിന്റ് ഇട്ട് കൊടുക്കാൻ മീൻസ് ഏതൊരു ടി എടുക്കുമ്പോഴും ദാറ്റ് ബിലോങ്സ് ടു ദാറ്റ് സബ് ഇൻ്റർവെൽ അല്ലേ? ടി കെ മൈനസ് 1 ടി കെ എന്നുള്ള സബ് ഇൻ്റർവെലിൽ നിന്ന് ഏതൊരു പോയിന്റ് നമ്മൾ ഇട്ടെടുത്താലും ഗാമ കെ ഓഫ് ടി എവിടെ വരും? ഈ ഓപ്പൺ ബോളിൻ്റെ ഉള്ളിൽ വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ഇത് ആരാ മക്കളെ? ഇറ്റ് ഈസ് എ ഇമേജസ് ഓഫ് ദാറ്റ് പോയിന്റ് അണ്ടർ ഗാമ കെ അല്ലേ? ആ കർവിൻ്റെ ഇമേജസാ. അപ്പോൾ ഏതൊരു ടി എടുക്കുമ്പോഴും ഇമേജിൽ വരുന്ന ചില എൻറ്റയർ ഇമേജിൻ്റെ കളക്ഷൻ എന്താന്ന് പറയാൻ പറ്റൂടാ? എൻറ്റയർ ഇമേജിൻ്റെ കളക്ഷൻ എന്താന്ന് പറയാൻ പറ്റും? ഇതിലുണ്ടാവും. അല്ലെങ്കിൽ ആ കളക്ഷൻ മീൻസ് സെറ്റ് അല്ലേ? എൻറ്റയർ ഇമേജസിൻ്റെ സെറ്റ് കളക്ഷൻ എന്ന് പറയുന്നത് സെറ്റ് ആയിരിക്കും അല്ലേ? ആ സെറ്റ് എവിടെ വരും നമുക്ക് പറയാൻ പറ്റും? ദാറ്റ് ബിലോങ്സ് ടു ദിസ് ഓപ്പൺ ബോൾ. അതേ നമ്മൾ പേര് വിളിക്കുമല്ലോ ഇമേജസിൻ്റെ സെറ്റിനെ, ട്രേസ് എന്ന് വിളിക്കും അല്ലേ? അപ്പോൾ ട്രേസ് ഓഫ് ഗാമ കെ എന്ന് പറയുന്നത് എന്താന്ന് പറയാൻ പറ്റൂടാ? ഈസ് സബ്സെറ്റ് ഓഫ് ബി ഓഫ് ഗാമ ഓഫ് ടി കെ മൈനസ് 1
ആർ. ഓക്കെ, ഇതെന്താന്ന് വെച്ചാൽ എന്താ ഇവിടെ നമുക്ക് ആ ഇക്വേഷൻ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? മോഡ് സെറ്റ് മൈനസ് എ ലെസ് ദാൻ ആർ. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗാമ ഫോർ ഒരു ടി എടുക്കുമ്പം ഗാമ കെ ഓഫ് ടി എന്ത് വരുന്നുണ്ട്? ആ ഒരു ഓപ്പൺ ബോൾ ദാറ്റ് സെൻറ്റേർഡ് അറ്റ് ഗാമ ഓഫ് ടി കെ മൈനസ് വൺ വിത്ത് റേഡിയസ് ആറിനുള്ളിൽ കിടക്കുന്നുണ്ട്. ഇത് ഒരു ടിയുടെ കേസ്. ഇങ്ങനെയുള്ള ഏത് പോയിന്റ് എടുക്കുമ്പോഴും നമ്മൾ ടി കെ മൈനസ് വൺ ടി കെ ഇതാണ് നമ്മുടെ ഇൻ്റർവെൽ അല്ലേ. ഇതിലുള്ള ഏത് പോയിന്റ് ഏതൊരു ടി എടുക്കുമ്പോഴും ഗാമ കെ ഓഫ് ടി എവിടെ വരുന്നു? ഈ ബോളിൻ്റെ ഉള്ളിൽ വരുന്നു. എന്ന് വെച്ചാൽ ഗാമ കെ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഈ ഗാമ കെൻ്റെ ഇമേജസ് അല്ലേ. എന്ന് വെച്ചാൽ ആ ടി കെ മൈനസ് വൺ ഗാമ കെ എവിടെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? ടി കെ മൈനസ് വൺ ടു ടി കെ അല്ലേ. അപ്പോൾ ഇതിൽ ഏത് പോയിന്റ് എടുക്കുമ്പോഴും ദ ഇമേജസ് ഓഫ് ദാറ്റ് പോയിന്റ് അണ്ടർ ഗാമ ഓഫ് കെ എവിടെ വരുന്നു? ആ ഓപ്പൺ ബോളിൽ വരുന്നു. എന്ന് വെച്ചാൽ ആ ഇമേജസിൻ്റെ കളക്ഷൻ എന്താ നമുക്ക് പറയാൻ പറ്റും മക്കളെ? ആ ഓപ്പൺ ബോളിൽ കണ്ടെയ്ൻഡ് ആണെന്ന് പറയാൻ പറ്റൂലേ. ദാറ്റ് ഈസ് ഇമേജസിൻ്റെ കളക്ഷൻ എന്ന് പറയുമ്പോൾ ട്രേസ് എന്ന് വിളിക്കും അല്ലേ. ആ ട്രേസ് ഓഫ് ഗാമ കെ എവിടെയാന്ന് പറയാൻ പറ്റും? ഈസ് കണ്ടെയ്ൻഡ് ഇൻ അല്ലെങ്കിൽ ഈസ് എ സബ്സെറ്റ് ഓഫ് എന്താന്ന് പറയാൻ പറ്റും? ബി ഓഫ് ഗാമ ഓഫ് ടി കെ മൈനസ് വൺ ആർ എന്ന് പറയാൻ പറ്റും. ഓൾസോ നമുക്ക് എന്ത് പറയാൻ പറ്റൂടാ? ഗാമ കെ ഓഫ് ടി എന്ന് പറയുന്നത് ടി ആ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഗാമ ഓഫ് ടി ആ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗാമ ഓഫ് കെ ഓഫ് ടി കെ മൈനസ് വൺ എന്തുവാ? വാട്ട് ഈസ് ഇറ്റ്? ഗാമ ഓഫ് ടി കെ മൈനസ് വൺ ആയിരിക്കും അല്ലേ. ഇനിയോ ഗാമ കെ ഓഫ് ടി കെ എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഗാമ ഓഫ് ടി കെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. എന്ന് വെച്ചാൽ എൻഡ് പോയിൻറ്റ്സും എന്താണ്? സെയിം ആണ്. ഗാമ എന്നുള്ളത് പോളിഗൺ പാത്തിൻ്റെ എൻഡ് പോയിൻറ്റ്സും ഗാമയിൽ പോളിഗൺ പാത്തും അതേപോലെ ഗാമ കെ എന്ന് പറയുന്ന കേവ് ആണ് അല്ലേ. ആ രണ്ടുപേരുടെയും എൻഡ് പോയിൻറ്റ്സും അവിടെ എന്താണ്? സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? നമ്മൾ പഠിച്ചിട്ടുണ്ട് മക്കളെ. എൻഡ് പോയിൻറ്റ് സെയിം ആണെങ്കിൽ ബൈ കേസ് 1 പ്രകാരം ദർ ഈസ് എ പോളിഗണൽ പാത്ത് അല്ലേ. ബൈ കേസ് 1 പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റൂടാ? ദർ ഈസ് എ. അപ്പം നമുക്ക് പറയാൻ പറ്റി എന്ത്? ഒരു ഓപ്പൺ സെറ്റിൽ ഇമേജസ് ഒക്കെ നമുക്കൊരു ഓപ്പൺ ബോൾ ഉണ്ടെന്ന് പറയാൻ പറ്റി. ആൻഡ് ഓൾസോ അതിൻ്റെ ആ കേവിൻ്റെ ട്രേസ് എന്ന് പറയുന്ന ഓപ്പൺ ബോളുണ്ട്. ആൻഡ് ഓൾസോ ആ കേവിൻ്റെ എൻഡ് പോയിൻറ്റ്സ് പാത്തിൻ്റെ എൻഡ് പോയിൻറ്റ്സുമായിട്ട് സിമിലർ ആണെങ്കിൽ ബൈ കേസ് 1 പ്രകാരം നമുക്ക് എന്ത് പറയാം? ദർ ഈസ് എ പോളിഗണൽ പാത്ത്. ഓക്കെ, ഒരു പോളിഗണൽ പാത്ത്. ദർ ഈസ് എ പോളിഗണൽ പാത്ത് ഗാമ കെ ഉണ്ടാവും. ഓക്കെ, പോളിഗണൽ പാത്ത് ഗാമ കെ ഉണ്ടാവും. എവിടെ നിന്ന് എങ്ങോട്ടേക്ക്? ക്ലോസ്ഡ് ഇൻ്റർവെൽ ടി കെ മൈനസ് വൺ ടു ടി കെ എന്ന് എങ്ങോട്ടേക്കാണ്? ഈ ഓപ്പൺ ബോളിലോട്ടേക്ക്. എങ്ങോട്ടേക്ക്? ദിസ് ഓപ്പൺ ബോളിലേക്ക്. അത് നമ്മൾ ടി കെ മൈനസ് വൺ ടു ആർ അല്ലേ. സെൻറ്റേർഡ് അറ്റ് ഗാമ ഓഫ് ടി കെ മൈനസ് വൺ ആൻഡ് റേഡിയസ് ആർ. അതിലോട്ടേക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു പോളിഗണൽ പാത്ത് ഉണ്ടെന്ന് പറയാൻ പറ്റും. സച്ച് ദാറ്റ് എന്തായിരുന്നു? എൻഡ് പോയിൻറ്റ്സ് ഗാമ കെ ഓഫ് ടി കെ മൈനസ് വൺ എന്താണെന്ന് പറയാൻ പറ്റും? ഈസ് ഈക്വൽ ടു ഗാമ ഓഫ് ടി കെ മൈനസ് വണ്ണും ക്യാപിറ്റൽ ഗാമ കെ ഓഫ് ടി കെ എന്ന് പറയുന്നതായിരിക്കും സ്മോൾ ഗാമ ഓഫ് ടി കെ അല്ലേ. ഇങ്ങനെ എൻഡ് പോയിൻറ്റ്സ് സെയിം ആണ്. അപ്പം ഒരു പോളിഗണൽ പാത്ത് ഉണ്ട് വിച്ച് എൻഡ് പോയിൻറ്റ് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാടാ? നേരത്തെ ഈ ഒരു ലെമ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? അല്ലെങ്കിൽ കേസ് 1 പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഗാമ കെ. ഇവിടെ ഗാമ കെ ആണ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ സ്മോൾ ഗാമ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ സ്മോൾ ഗാമക്ക്. ഇത് ഓർഡർ വരുന്നത് ഓക്കെ തിരിച്ചാളിൻ്റെ ഓർഡർ തന്നെ. സോറി എന്താ പറയാം, നമുക്കപ്പം ഒരു രണ്ട് പോയിൻറ്റ്സ് നമുക്കിവിടെ ക്ലോസ് ഇൻ്റർവെൽ എ ബി അല്ല, പകരം ടി കെ സബ് ഇൻ്റർവെല്ലിൽ വെച്ചിട്ടാണോ നമ്മൾ പറയുന്നത്. നമുക്ക് എന്ത് പറയാൻ പറ്റും? ലെമ പ്രകാരം അവിടെ സബ് ഇൻ്റർവെൽ നമുക്കൊരു പോളിഗണൽ പാത്ത് അവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റി. അതിൻ്റെ എൻഡ് പോയിൻറ്റ്സ് എന്താണ്? എൻഡ് പോയിൻറ്റ്സ് ഈക്വലുമാണ്. ഓക്കെ, എൻഡ് പോയിൻറ്റ്സ് ആ പാത്തിൻ്റെ എൻഡ് പോയിൻറ്റ്സ് പറയുന്നത് നമ്മൾ റെക്ടിഫൈബിൾ പാത്തിൻ്റെ എൻഡ് പോയിൻറ്റ്സുമായിട്ട് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയായിരുന്നു? മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓഫ് ഗാമ എന്തായിരുന്നു? എഫ് ഓവർ സ്മോൾ ഗാമ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ക്യാപിറ്റൽ ഗാമ കെ. ഓക്കെ, നമുക്കറിയാം ലെസ് ദാൻ എപ്സിലോൺ. ഇവിടെ എപ്സിലോൺ എന്ന് പറയുന്നതിന് പകരം എക്സിലോൺ ബൈ എൻ എന്ന് പറയുന്ന കാരണം ഇവിടെ നമ്മൾ ക്ലോസ് ഇൻ്റർവെൽ എന്ന് ബിയിലോട്ടേക്കല്ല ഡിഫൈൻ ചെയ്തത്. എവിടെ നിന്ന് ഇങ്ങോട്ടേക്കാ? ഈ ഒരു സബ് ഇൻ്റർവെൽ നിന്നാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ എത്ര സബ് ഇൻ്റർവെൽ ഉണ്ടടാ? നമുക്ക് കുറേ സബ് ഇൻ്റർവെൽസ് ഇല്ലേ? നമുക്ക് ടി നോട്ട് മുതൽ ടി എൻ വരെ ഇഷ്ടം പോലെ എൻ സബ് ഇൻ്റർവെൽസ് ഉണ്ടല്ലേ. അപ്പോൾ കുറേ പേരുള്ളതുകൊണ്ടാണ് ഈ ഒറ്റ കേസ് എപ്സിലോൺ ബൈ എൻ എടുത്തത്. ഓക്കെ, നമുക്കറിയാം ഗാമ ഓഫ് ടി കെ എന്ന് പറയുന്നത് ഗാമ ഓഫ് ടി എന്ന് പറയുന്നത് ഗാമ കെ ഓഫ് ടി ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എന്ത് വരും? മോഡുലസ് ഓഫ് ഗാമ കെ എന്ന് എഴുതാം അല്ലേ. എഫ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ക്യാപിറ്റൽ ഗാമ കെ ലെസ് ദാൻ എപ്സിലോൺ ബൈ എൻ എടുക്കും. ഇതെന്ന് പറയുന്ന ഒറ്റ സബ് ഇൻ്റർവെൽ. ഏത് സബ് ഇൻ്റർവെൽ? ഒറ്റ ടി കെ മൈനസ് 1 മുതൽ ടി കെ വരെയുള്ള ഒരൊറ്റ സബ് ഇൻ്റർവെലിൻ്റെ കേസാണ് പറഞ്ഞത്. ശരിക്കും നമ്മുടെ ഇൻ്റർവെലിന് എവിടെ തൊട്ട് എവിടെ വരിക? എ മുതൽ ബി വരെയല്ലേ.
അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാടോ? അങ്ങനെ എഴുതാം. അങ്ങനെയാണ് നമ്മൾ നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഗാമ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ക്യാപിറ്റൽ ഗാമ അല്ലേ? ഇതിനെ എങ്ങനെ എഴുതാടാ? എങ്ങനെ എഴുതാം? ഇൻ മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓവർ ഗാമേനെ എങ്ങനെ എഴുതാം? ഗാമ 1 പ്ലസ് ഗാമ 2 പ്ലസ് ഇവരുടെയൊക്കെ ഈ ഗാമ 1 ഗാമ 2കളുടെ ഒക്കെ യൂണിയൻ അല്ലേ ക്യാപിറ്റൽ ഗാമ. ഓക്കെ, ഗാമയെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ക്യാപിറ്റൽ ഗാമ സ്മോൾ ഗാമ എന്ന് പറയുന്ന സ്മോൾ ഗാമ കെകളുടെ യൂണിയനും ക്യാപിറ്റൽ ഗാമ എന്ന് പറയുന്നതോ ക്യാപിറ്റൽ ഗാമ കെകളുടെ യൂണിയൻ ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവരുടെ എന്താ പറയുക? ഗാമ എഫ് മൈനസ് ഗാമ 1 ഓവർ എഫ് പ്ലസ് modulus of integral of f over gamma 2 minus integral of f over capital gamma 2 plus modulus of integral of f over gamma 3 minus integral of f over capital gamma 3 പ്ലസ് അങ്ങനെ പോയി ഇപ്പോൾ എവിടം വരെ വരും? ലാസ്റ്റ് വരെ വരും അല്ലേ? ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഗാമ എൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ക്യാപിറ്റൽ ഗാമ എൻ. ഓക്കെ, ഇങ്ങനെ നമ്മളെടുത്തു. കാരണം നമ്മളിവിടെ എന്താ എടുത്തേക്കുന്നത്? ക്യാപിറ്റൽ ഗാമേനെ യൂണിയൻ ഓഫ് സ്മോൾ ഗാമ കെ ആയിട്ടും സ്മോൾ ഗാമേനെ യൂണിയൻ ഓഫ് സ്മോൾ ഗാമ കെ ആയിട്ടും ക്യാപിറ്റൽ ഗാമേനെ യൂണിയൻ ഓഫ് ക്യാപിറ്റൽ ഗാമ കെ ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. നോക്കി, ഫോർ എവറി കെ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓർ സ്മോൾ ഗാമ കെയും ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓർ ക്യാപിറ്റൽ ഗാമ കെയുടെ ഡിഫറൻസ് എന്തുവാ? ലെസ് ദാൻ എപ്സിലോൺ എൻ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എൻ പ്ലസ് എക്സെട്ര പ്ലസ് അങ്ങനെ എത്ര എണ്ണം ഉണ്ടാവിടാ? ലാസ്റ്റ് വരെ ഓരോ എന്താ പറയുക മോഡുലസിൻ്റെ വാല്യൂ വെച്ചാൽ ലെസ് ദാൻ എപ്സിലോൺ ബൈ എൻ ആയതുകൊണ്ട് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇങ്ങനെ എത്ര എൻ ഉണ്ട്? 1 2 3 അങ്ങനെ പോയി എൻ ആൾക്കാരുണ്ടല്ലേ. സോ വിച്ച് ഈസ് ലെസ് ദാൻ എൻ ഇൻറ്റു എപ്സിലോൺ ബൈ എൻ വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? ഒരു ആർബിട്രറി ഓപ്പൺ സെറ്റ് എടുത്താലും ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ സ്മോൾ ഗാമ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ക്യാപിറ്റൽ ഗാമ എന്താന്ന് കിട്ടൂടാ? ലെസ് ദാൻ എപ്സിലോൺ ആണ് കിട്ടും. ഓക്കെ, വി ഗെറ്റ് ദ സെയിം റിസൾട്ട്. ക്ലിയർ? ഇവിടെ നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ഇവിടെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിവിടെ എല്ലാവരുടെ അടുത്തേക്ക് പോയില്ലേ, നമ്മളൊരു ജി ഒരു ഓപ്പൺ സെറ്റാക്കി എടുത്തു. ആൻഡ് നമ്മൾ എന്ത് ചെയ്തു? ഒരു ആർ എന്ന് പറയുന്ന വാല്യൂ എടുത്തു അല്ലേ? ഓക്കെ, പിന്നെ യൂണിഫോം കണ്ടിന്യൂറ്റി പ്രകാരം നമ്മൾ ഡിഫൈൻ ചെയ്തു. ആൻഡ് വി ടുക്ക് എ പാർട്ടീഷൻ. നമ്മളുടെ മെയിനായിട്ട് ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്തത്? ഫസ്റ്റ് വി ഡിഫൈൻ എ കേർവ് ഡിഫൈൻ ചെയ്തു. ഗാമ കെ എന്ന് പറയുന്ന ഒരു കേർവ് ഡിഫൈൻ ചെയ്ത് സച്ച് ദാറ്റ് ഗാമ കെ ഓഫ് ടി എന്ന് പറയുന്നത് എന്തുവാ? ഗാമ ഓഫ് ടി എവിടുന്ന് എങ്ങോട്ടേക്ക്? ക്ലോസ് ഇൻ്റർവെൽ എ ബിന്ന് അങ്ങോട്ടേക്കാണോ? അല്ല, ഒരു പെർട്ടിക്കുലർ സബ് ഇൻ്റർവെലിൽ നിന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻ വെച്ച് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആ ക്യാപിറ്റൽ ക്ലോസ് ഇൻ്റർവെൽ ഓഫ് ടി കെ മൈനസ് 1 ടു ടി കെ എന്ന് ഏതൊരു പോയിന്റ് ടി എടുത്താലും അതിൻ്റെ ഇമേജ് ആയിട്ടുള്ള ഗാമ കെ ഓഫ് ടി എവിടെ കിടക്കുന്ന കിട്ടി? എവിടെ കിടക്കുന്ന കിട്ടി? ഒരു ഓപ്പൺ ബോളിൽ കിടക്കുന്ന കിട്ടി വിച്ച് ഇസ് സെൻറ്റേർഡ് അറ്റ് ഗാമ ഓഫ് ടി കെ മൈനസ് 1 റേഡിയസ് ആറുള്ള അല്ലേ? അങ്ങനെ ഏതൊരു പോയിന്റും ആ ഇൻ്റർവെൽ ഏതൊരു പോയിന്റിൻ്റെയും ഇമേജ് ഇവിടെ കിടക്കുകയെന്ന് വെച്ചാൽ ഇമേജുകളുടെ കംപ്ലീറ്റ് സെറ്റ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ ഓപ്പൺ ബോൾ എന്ന് പറയാലോ. ദാറ്റ് ഈസ് ട്രേസ് കണ്ടെയ്ൻഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? ട്രേസ് ഇതിൻ്റെ ഉള്ളിൽ സബ്സെറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലയോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റി. ഇനി എന്ത് ചെയ്യാം? പിന്നെ അങ്ങനെയാണെങ്കിൽ കേസ് 1 വെച്ചിട്ട് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്തു? അവിടെ നമുക്ക് ഓൾസോ നമുക്ക് എൻഡ് പോയിന്റ്സ് ഒക്കെ സെയിം ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ കേസ് 1 പ്രകാരം ഇത്രയും നമുക്ക് പ്രീ റിക്വസ്റ്റ്സ് ഉള്ളൂ. പിന്നെ കേസ് 1 പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? ഒരു പോളിഗണൽ പാത്ത് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്തു. എവിടെ നിന്ന് എങ്ങോട്ടേക്ക്? ടി കെ മൈനസ് 1 ടു ടി കെ. ഓക്കെ, അത് പോളിഗണൽ പാത്താണ്. നേരത്തെ നമ്മളെടുത്ത 2 പോയിന്റ്സിനിടയിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു കിട്ടുക നേരത്തെ ഇക്വേഷൻ പ്രകാരം. ഇവിടെ എന്ന് വെച്ചാൽ 2 പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ അവരൊരു പോളിഗണൽ പാത്ത് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഒരു പോളിഗണൽ പാത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തു. ആൻഡ് ഓൾസോ നമുക്കറിയാം കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടേക്കാ? ടി കെ മൈനസ് ആ ക്ലോസിൻ്റെ നിന്നും ഒരു ഓപ്പൺ ബോളിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ കേസ് 1 പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ സ്മോൾ ഗാമ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ക്യാപിറ്റൽ ഗാമ എന്ന് ലെസ് ദാൻ എപ്സിലോൺ ബൈ എൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് എവിടെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്? മക്കളെ ഒരു സ്മോൾ ഇൻ്റർവെല്ലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത്. നമുക്ക് എൻ്റയർ എ ടു ബി വേണ്ടേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അവരുടെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗാമ സ്മോൾ ഗാമ എസ് യൂണിയൻ ഓഫ് ഗാമ കെ, ക്യാപിറ്റൽ ഗാമിന് യൂണിയൻ ഓഫ് ക്യാപിറ്റൽ ഗാമ കെ ആയിട്ട് എടുക്കുമ്പോൾ അവരുടെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ഗാമ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓവർ ക്യാപിറ്റൽ ഗാമ എന്ന് പറയുന്നത് ലെസ് ദാൻ എപ്സിലോൺ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും വിച്ച് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. സോ ദിസ് ഈസ് ദ കേസ്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടാണ് നമുക്ക് ഇതിൻ്റെ പ്രൂഫ് പറയാനുള്ളത്. പ്രൂഫ് വളരെ ഒരു സിമ്പിൾ പാർട്ടാണ്.
അപ്പോൾ എന്ത് ചെയ്യുക, ലെമ്മയുടെ 2 പാർട്ടും കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. എഴുതി തന്നെ പഠിക്കുക, വായിച്ചൊന്നും പഠിക്കാൻ നിൽക്കരുത്, എഴുതി പഠിക്കുക, കണക്ട് ചെയ്ത് പഠിക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക കേട്ടോ. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അതിൻ്റേതായുള്ള കുറേ പരിമിതികളുണ്ട്. നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. പഠിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യുക, ചോദിക്കുക കേട്ടോ. ഓക്കെ.